ഹായ്, നമ്മളുടെ 10 ഗോൾഡൻ റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. അതിൽ നമ്മൾ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തത് രണ്ടാമത്തത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഡ്രോപ്പിൽ കാണാം. അത് ചൂസ് ദ റൈറ്റ് സ്റ്റഡി മെറ്റീരിയൽ. നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ മൂന്ന് സബ്ജക്ട്സും പ്രിപ്പയർ ചെയ്ത് നീറ്റ് എക്സാമിന് നല്ല പോലെ മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിക്ക് എന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, എന്നും റിലയബിൾ ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റഡി മെറ്റീരിയലേ ഉള്ളൂ. ദാറ്റ് ഈസ് NCERT ടെക്സ്റ്റ് ബുക്ക്. NCERT ടെക്സ്റ്റ് ബുക്ക് അല്ലാണ്ട് വേറെ ഏത് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളെടുത്ത് കൊണ്ടുവന്നിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ റോങ് തിങ്. അതൊരു തെറ്റായ ധാരണയാണ്. നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾക്ക് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് റീഡ് NCERT ടെക്സ്റ്റ് ബുക്ക്. അതിൽ യാതൊരു തർക്കമില്ല. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഇപ്പൊ ചില ആൾക്കാർ പറയും ബയോളജി മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മതി, നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും നോക്കണ്ട. അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഫിസിക്സിലൊക്കെ നമ്മളുടെ ഈ പറയുന്ന സോൾഡ് എക്സാമ്പിൾസ് ഉണ്ടാവും. ഈ സോൾഡ് എക്സാമ്പിൾസിൽ സാധാരണഗതിയിൽ ഇവർ ചെയ്യുക, അതിൽ വാല്യൂസ് മാറ്റും. വാല്യൂസ് മാറ്റിയിട്ട് എക്സാക്ട് ആ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ നീറ്റിന് എടുത്തിട്ട് ചോദിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ എക്സസൈസസ് എല്ലാവരും വിട്ടുപോണതാണ്. ഏറ്റവും ലാസ്റ്റ് കാണുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സമ്മറി കഴിഞ്ഞതിന് ശേഷം എക്സസൈസസ് ആയിട്ട് ഇട്ടേക്കും. അത് നമ്മൾ സാധാരണ ചെയ്ത് നോക്കലില്ല. ബട്ട് യു ഹാവ് ടു, അത് നിങ്ങൾ ചെയ്ത് നോക്കണം. അവിടെ നിന്നും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ് ദ മോസ്റ്റ് റിലയബിൾ സ്റ്റഡി മെറ്റീരിയൽ ഫോർ എ നീറ്റ് ആസ്പിരൻസ്. അതിൽ യാതൊരു സംശയമില്ല. ഇനി വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ NCERT ബുക്കിനെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ബയോളജിയുടെ കൺസെപ്റ്റിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ NCERTന്റെ ഈച്ച് ആൻഡ് എവറി ലൈൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈച്ച് ആൻഡ് എവറി പിക്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈച്ച് ആൻഡ് എവറി ഗ്രാഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ സാധനവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബയോളജിയിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ടു NCERT, അത് മാത്രമേ പറയാനുള്ളൂ. NCERT തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സെന്ററിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റഡി മെറ്റീരിയൽ എന്തിനാണ് ഉപകാരപ്പെടുക? ആ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. ഈ അഡീഷണൽ ഇൻഫർമേഷൻസ് എപ്പോഴാണ് നമ്മൾ പഠിക്കേണ്ടത്? നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ള സാധനം ആദ്യം പഠിച്ചു തീർക്കണം, എന്നിട്ടേ അഡീഷണൽ കാര്യങ്ങൾക്ക് വേണ്ടി പോകാവൂ. അല്ലാതെ നിങ്ങൾ അഡീഷണൽ കാര്യങ്ങൾ ആദ്യമേ പഠിച്ചു എന്നിട്ട് ബേസിക്സ് ഒന്നും അറിയില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും മറ്റുള്ള മെറ്റീരിയൽസിനെ അഡീഷണൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്യാദർ ചെയ്യാൻ വേണ്ടി മാത്രം ഡിപ്പെൻഡ് ചെയ്യാം. ഇനി രണ്ടാമത് നിങ്ങൾക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻസ്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടാവും. അത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യാം. അല്ലാതെ കണ്ട് സോൾലി ആ പറയുന്ന മെറ്റീരിയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുവരുത്. ദാറ്റ് വിൽ ബി എ ഫെയിലിയർ. അത് തെറ്റായി പോകും. ഇപ്പോൾ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ മെറ്റീരിയലിൽ നിന്ന് കിട്ടും. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ ഇതാണ് ഈ സ്റ്റഡി മെറ്റീരിയലിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും മനസ്സിലാക്കുക, വൺ ആൻഡ് ഓൺലി സ്റ്റഡി മെറ്റീരിയൽ എന്താണ്, NCERT ബുക്കാണ്. അതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നോ അതൊക്കെ മാത്രമേ മറ്റുള്ളതിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് യു ഹാവ് ടു കംപ്ലീറ്റ് NCERT. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പറയുന്ന കാര്യത്തിൽ പറഞ്ഞു തരാനുള്ളത്. ഇനി അടുത്ത പോയിന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു.